ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 1/2 കപ്പോളം കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാനിത് ഉടച്ചെടുക്കുന്നത്. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടെങ്ങാനും ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതൊരു ബിയറിൻ്റെ കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ബിയറും കുപ്പിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ ഈ ഡോ എടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഞാനിവിടെ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊരു ബോളായിട്ട് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. കയ്യിലൊരു വെളിച്ചെണ്ണ കുറച്ച് പരട്ടിയിട്ട് ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിയൊന്നും പിടിക്കില്ല. ഇപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ബിയർ കുപ്പി കൊണ്ട് അത് കമഴ്ത്തിയിട്ട് ഇതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് ലൈക്ക് അടിക്കാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പ കയ്യിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വെള്ളമെല്ലാം വാർന്ന് നമുക്ക് പോയതിന് ശേഷം എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിതൊന്ന് ഓയിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഹോട്ട് ചില്ലി സോസാണ് കേട്ടോ. ഇതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇത് വഴറ്റി ഇതിലെ ഈ സോസ് എല്ലാം പിടിക്കണ വിധത്തിലൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സോസും ഈ പൊടികളെല്ലാം ഇതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ മീതെ ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ഒന്ന് വിതറി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.